ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖം, നിങ്ങൾക്കും സുഖമാണെന്ന് വിചാരിക്കണം. അപ്പോൾ ഞാൻ രാവിലെ ഇപ്പോൾ എണീറ്റിട്ടുള്ളൂ. എണീറ്റ വഴിക്ക് ഒരു ഉച്ച വരെയൊക്കെ വീഡിയോ എടുത്ത് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എണീറ്റു, പല്ല് തേച്ചു, അടുക്കളയിൽ കയറിയിട്ട് ഞാൻ ചില സമയത്ത് ഞാൻ ദോശയൊക്കെ ആണെങ്കിൽ ഒരു ഉച്ചയ്ക്കും രാത്രി അങ്ങനെ കഴിക്കുക, അങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ. ഇപ്പോൾ ചോറ് വയ്ക്കുന്ന കാരണം കൊണ്ട് ഞാൻ രാവിലെ വല്ല പഴമോ അല്ലെങ്കിൽ വല്ല പാൽ കുടിക്കും, അല്ലെങ്കിൽ ഓട്സോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിക്കും. അപ്പോൾ ഇന്ന് പഴം ഉണ്ടായിരുന്നില്ല, കടയിൽ പോയപ്പോൾ വാങ്ങിയില്ല. അപ്പോൾ മുസല്ലി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മുസല്ലി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് മുസല്ലി എടുത്തതാണ്. അതൊരു ഓഫറിന് ഇവിടെ കടയിലുണ്ടായിരുന്നു, ഒരു 10 ഒറ്റ ഒരു പാക്കറ്റായിട്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ അത് കുറേ ദിവസമായി അവിടെ ഇരിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു മിക്സഡ് ഫ്രൂട്ടിൻ്റെ ഫ്ലേവർ എടുത്തിട്ട് ഞാൻ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പോഴേക്കും അത് ഒരു ബൗളിലിട്ടിട്ട് പാല് തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഒഴിച്ചാൽ മതിയല്ലോ, വലിയ പണിയൊന്നുമില്ല. പിന്നെ കഴിക്കാനും കുഴപ്പമില്ല. ഇതിനും സാധാ നമ്മുടെ കെലോഗ്സിൻ്റെ തന്നെ ഒരു മുസല്ലി ഉണ്ട്, അതിൽ അത്യാവശ്യം നല്ല ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും സീഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിൽ അത്രയൊന്നുമില്ല, പേരിന് ഓരോ മുന്തിരിങ്ങ അത്ര തന്നെ ഉള്ളൂ. പിന്നെ അവിടെ ഇവിടെ 2 എന്താ പറയുക നട്ട്സല്ല, അതെന്തായിരുന്നു സീഡ്സ് ആയിരുന്നു, അങ്ങനെയുള്ളൂ. അപ്പോൾ ഞാൻ പാലൊക്കെ തിളച്ചിട്ട് മുസല്ലയിലിട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അത് കഴിക്കാതിരിക്കുമ്പോൾ ചോറാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോറ് വെച്ചിട്ട് കഴിക്കാൻ പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വോയിസ് എടുക്കുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഇപ്പോൾ വലിയ ക്ലിയർ ആയിട്ട് തോന്നുന്നില്ല, എഡിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പിന്നെ വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ അരിയൊക്കെ എടുത്തു, കാരണം ഇപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ തുടങ്ങുള്ളൂ. ഒരു 12 മണി 12:30 ഒക്കെ ആകുമ്പോഴാണ് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതന്നെ ഞാൻ ഷിഫ്റ്റിന് പോകുമ്പോൾ രാത്രിക്കും കൊണ്ടുപോവുക. അപ്പോൾ ഞാൻ അരിയൊക്കെ എടുത്തു വെള്ളമൊക്കെ ആക്കിയിട്ട് സ്റ്റവിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു. വെച്ചിട്ട് ഞാൻ കഴിക്കാൻ പോയി. കഴിച്ച് കഴിഞ്ഞ് വന്നിട്ടാണ് കറികളും ഉപ്പേരി അതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഒരു കറി മാത്രമായിട്ട് കഴിക്കണ ഇഷ്ടമല്ല. സംഭവം ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഒരു PG പോലെ നിൽക്കുക, എന്നാൽ എല്ലാവരും ചോദിക്കും ഇത്രയും കറികളൊക്കെ ഉണ്ടാക്കുമെന്ന്. പക്ഷെ എനിക്ക് കഴിക്കുമ്പോൾ 1-2 കറികൾ കൂട്ടി കഴിക്കുന്ന എനിക്ക് ഇഷ്ടം ചോറിൻ്റെ കൂടെ. അപ്പോൾ ഞാനന്ന് തക്കാളി ചമ്മന്തിയും അതുപോലെ വഴുതനങ്ങ ഉപ്പേരി, ഞങ്ങളുടെ ഇവിടെ നാട്ടിലൊക്കെ ഉപ്പേരി എന്ന് പറയുക. എനിക്ക് തോന്നുന്നു ചില സ്ഥലത്തൊക്കെ മെഴുക്ക് വരട്ടി, തോരൻ അങ്ങനെയൊക്കെ പറയാമെന്ന്. അപ്പോൾ വഴുതനങ്ങ ഉപ്പേരിയും അതുപോലെ ഒരു മുട്ട കൊത്തിപ്പൊരിച്ചതും പിന്നെന്താ തക്കാളി ചമ്മന്തി, ഇത് 3 ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം വഴുതനങ്ങ ഒക്കെ മുറിച്ച് തക്കാളിയൊക്കെ മുറിച്ച് അങ്ങനെ ഒരു ഭാഗത്തെല്ലാം മുറിച്ച് വെച്ചപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ വഴുതനങ്ങ ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ഞാനതിൽ കടുക് പൊട്ടിച്ചിട്ട് ഉള്ളിയൊക്കെ വഴറ്റി, പിന്നെ ഞാൻ വഴുതനങ്ങയും പച്ചമുളകും ഒപ്പം ഇട്ടിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതവിടെ സിമ്മിലിട്ടിട്ട് അതവിടെ വേവാൻ വെച്ചു. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, തലേ ദിവസം ഓഫീസിലേക്ക് കൊണ്ടുപോയ പാത്രവും പിന്നെ കുറച്ച് ഇപ്പോൾ വെച്ച പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി മാറ്റാമെന്ന് വിചാരിച്ച് അതൊക്കെ ഞാൻ വേഗം കഴുകി വെച്ചു. നമ്മുടെ വഴുതനങ്ങ അവിടെ ഇരുന്നിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2 പണിയും കഴിയുമല്ലോ, അല്ലെങ്കിൽ എനിക്ക് നേരം കിട്ടില്ല. ഞാൻ അത് കഴുകി വരുമ്പോഴേക്കും വഴുതനങ്ങയൊക്കെ ഒരു വിധമായി ലേശം അടിയിലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതിൽ അതൊക്കെ മാറ്റി പാത്രമൊക്കെ കഴുകി, ആ പാത്രം മാറ്റി വേറെ കഴുകി, എന്നിട്ട് ഞാൻ തക്കാളി ചമ്മന്തി ഉണ്ടാക്കി. അപ്പം ഞങ്ങൾ അധികം വെള്ളമൊന്നും ഒഴിക്കാതെ തക്കാളി വേവണ ആ ഒരു ഇതുണ്ടാവില്ലേ, ആ ഒരു പേസ്റ്റിൽ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ എടുക്കുക ചെയ്യുക. അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഞാൻ ഒരു മുട്ടയും കൂടി ചിക്കി പൊരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, അവിടെയൊക്കെ വൃത്തിയാക്കി. അപ്പോൾ ഇത്രയാണ് ഗൈസ് എൻ്റെ ഉച്ചക്കത്തെയും രാത്രിയത്തെയും ഡിന്നർ.